ഗൈസ്, അപ്പോൾ എല്ലാവരും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവരും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ മോക്ക് ഡ്രിൽ? സോ എല്ലാവരും അവെയർ ആയിട്ട് തന്നെ ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ കാര്യം എടുക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിമീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു സഡൻ ആയിട്ടൊരു അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ ഒരു വാർ വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ സേഫ് ആയിട്ടിരിക്കാം. സോ നമ്മുടെ ആർമീസ്, നമ്മുടെ ഫോഴ്സ് എല്ലാവരും നമുക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഡേയും നൈറ്റും ഒക്കെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. കാരണം നമ്മുടെ സേഫ്റ്റിക്ക്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി. സോ അതിന് വേണ്ടി തരുന്നൊരു ട്രെയിനിങ് ആണിത്. അപ്പോൾ ആരും ഇതിനെ ഒരു സില്ലി ആയിട്ട് കാണാൻ പാടില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇതിനെ. ഇനി ഈ മോക്ക് ഡ്രിൽ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൗഡ് ആയിട്ടുള്ള അലാറം, നമുക്കൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ നമുക്കൊരു അലാറം കേൾക്കാൻ സാധിക്കും. അത് 2 ടൈപ്പ് ഓഫ് അലാറം ഉണ്ട്. ഒന്ന് ഷോർട്ട് ആയിട്ടും ഒന്ന് ലോങ് ആയിട്ടും. അപ്പോൾ ലോങ് ആയിട്ട് അലാറം കേൾക്കുവാണെങ്കിൽ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് കേൾക്കുവാണെങ്കിൽ നമ്മൾ അവെയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ളതാണ്. സോ ഈ ലോങ് ആയിട്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ നമ്മൾ വീടിനുള്ളിലാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക, അതുപോലെ ഇലക്ട്രിസിറ്റി, അതായത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഫോണ്, വാച്ച്, അങ്ങനെയുള്ള ഇതിൽ നിന്നുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള റൂമിലോ കാര്യങ്ങളോ നമ്മൾ വാട്ടറും അതുപോലെ ഫുഡും ആയിട്ട് നമ്മൾ സേഫ് ആയിട്ടിരിക്കുക. സോ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊരു പ്രകാശം നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിമീസിന് വളരെ ഹെൽപ്ഫുൾ ആകും. കാരണം ഈ മിസൈലൊക്കെ വിടുന്ന ടൈമിൽ ഒരു ഏരിയയിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ, അവിടെ ആൾതാമസം ഉണ്ട്, അവിടെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അത് അവർക്ക് ഹെൽപ്ഫുൾ ആകും. സോ അതിനു വേണ്ടിയാണ്, അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെ ആരും സിമ്പിളായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി അവെയർ ആയിട്ടിരിക്കുക. അതുപോലെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ, ഇത് പുറത്ത് ഗ്രൗണ്ടിലോ റോഡിലോ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ സൗണ്ട് കേൾക്കുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള ബിൽഡിങ്ങിലോട്ട് കയറിയിരിക്കുക. അവിടെ എവിടെയാണോ സേഫ് ആയിട്ടുള്ളത് അവിടോട്ട് നമ്മൾ മാറുക. അതാട്ടോ ഈ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. ബി സേഫ്.